അതിജീവനത്തിന്റെ നിയമം. കാടിന്റെ രാജാവായ സിംഹം ഒരു അതിന്റെ പ്രാണവേദന അവിടെ ശ്രദ്ധിക്കുന്നില്ല. വെറുപ്പോ വിദ്വേഷമോ കൊണ്ടല്ല ഇത്തരം വേദന, മറിച്ച് ഇത് മഹാപ്രകൃതിയുടെ നിയമം. എന്നാൽ മനുഷ്യനോ ചിന്തകൾ നിറയുന്ന ബുദ്ധിയും അനുഭവങ്ങളെ അറിയുന്ന ഹൃദയവും കരുണയും വിവേകവും നിറഞ്ഞ മനസ്സുകൊണ്ട് വിവേചനബോധമുള്ള ഒരു ശക്തിയായി മാറി. പക്ഷേ മനുഷ്യനിൽ ഞാൻ ദുഃഖിതനാണ്. ഏറെ അനുഗ്രഹങ്ങൾ അവനുണ്ടെങ്കിലും മറ്റൊരാളുടെ മനസ്സും ശരീരവും ജീവിതവും കീഴ്പ്പെടുത്താനായി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ അതിനുള്ള അധികാരമുണ്ടെന്ന് അവന്റെ ഭ്രമം അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീത്വത്തിന്റെ ജ്വലനശേഷി എന്താണെന്ന് ഈ ഭൂമിക്ക് കാട്ടിയവൾ ദ്രൗപദി, എന്റെ സഖി. പുരുഷാരം തിങ്ങി നിറഞ്ഞ രാജസദസ്സിൽ അഭിമാനത്തിന്മേൽ കാണാൻ പാടില്ലാത്ത കണ്ണുകളുടെ മുള്ളുകൾ ആഴ്ന്നിറങ്ങിയവൾ. ബന്ധുമിത്രാദികളുടെ കണ്ണുകളും ഉണ്ടായിരുന്നു അന്ന് അവിടെ. അവളുടെ കണ്ണീരിന് അന്ന് രക്തത്തിന്റെ നിറമായിരുന്നു. യുധിഷ്ഠിരന് തൻ്റെ സാമ്രാജ്യം മുഴുവനും നഷ്ടമായിരിക്കുന്നു. പന്തയം ബാക്കി. ഞാൻ എന്റെ ഭാര്യ ഭാനുമതിയെ പന്തയമായി വെക്കുന്നു. നീ നിന്റെ ഭാര്യ ദ്രൗപദിയെയും വെക്ക്. ഇവിടെ നീ ജയിച്ചാൽ നിനക്ക് ഇതുവരെ നഷ്ടമായതെല്ലാം നിനക്ക് സ്വന്തം. നിന്റെ രാജ്യം, നിന്റെ സഹോദരന്മാർ, നിന്റെ അഭിമാനം, എല്ലാം എല്ലാം. പക്ഷേ തോറ്റാൽ നിന്റെ ഭാര്യ ദ്രൗപദി എന്റെ ദാസി. സാധ്യമല്ല. ഞാൻ എന്റെ പത്നിയായ ദ്രൗപദിയെ ഈ സഭയ്ക്ക് മുന്നിൽ പണയം വെക്കുകയാണ്. യുധിഷ്ഠിരന് തൻ്റെ പ്രിയ പത്നിയായ ദ്രൗപദിയെയും നഷ്ടമായിരിക്കുന്നു.
നിനക്ക് എന്റെ അടുത്ത് വരാൻ തോന്നേ? നിന്നോട് പറഞ്ഞല്ലേ ഫ്രണ്ട്സിനോടൊപ്പം പുറത്തു പോകുന്നു. നിന്റെ അടുത്ത് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കണ്ണി കണ്ടവരോടൊന്ന് പോവായിരുന്നു. കണ്ണി കണ്ടവരോ? നീ സ്നേഹയോടെ ഇഷ്ടമായിട്ടല്ലേ പുറത്തു പോയത്? എനിക്ക് പുറത്താ നിന്റെ അനുവാദം വേണ്ട. ആദി നീ എന്തോന്നായി പറയണേ? നീ കയ്യില്ലാത്ത ഒട്ടിക്കളെ കാണാത്തവരെ കൂടെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ നീ അത് ഇൻസ്റ്റ പോസ്റ്റ് നടക്കുന്നത്. പല വട്ടം ഞാൻ എന്റെ പാസ്വേഡ് വെച്ചാ ഉണ്ടാക്കി തരാൻ തോന്നില്ല നിനക്ക്. ഓ പിന്നെ തുടങ്ങി. അവിടെ അല്ലാതെ കൂടുതൽ എന്റെ അടുത്ത് കിടന്ന് ഉണ്ടാക്കാൻ ആരാണ് എന്റെ വിചാരം? വെച്ച് കയറുന്നതല്ലോ ഉറങ്ങിക്കോളൂ. എത്ര കാലാണ് കണ്ടിട്ട് വളർന്ന പരിപാടി. എന്തോ സോറി അളിയാ, ഇതിപ്പോ നിന്റെ പെണ്ണുമ്പിള്ള ഇങ്ങനെയൊക്കെ വേണ്ടേ? അളിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കൺഗ്രാറ്റ്സ്. നിനക്കെങ്കിലും ഒരു കുഞ്ഞിക്കാലുള്ള ഭാഗ്യം ഉണ്ടായില്ലേ? അതെങ്ങനെയാ? നീ അക്കരെ കിടക്കുമല്ലേ? ആവശ്യത്തിന് വാരി കൂട്ടിയാലാടെ പിന്നെ നീ തിരിച്ചു തരാത്തത്. നിന്റെ വെള്ളിപ്പിള്ള ഇവിടെ പഠിക്കുന്നതുകൊണ്ട് നിനക്ക് കണ്ടറക്കൂടാ. അത് കണക്കല്ലേ ഇവിടെ ആക്രിക്ക് എടുത്ത് കൊടുത്താലും 10 പൈസ കിട്ടുള്ളൂ. ഡേയ്, നീ ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത്. കൊച്ചിനായി 4 മാസമായി. ഇവളുടെ ജോലിയുടെ ലീവാണെങ്കിൽ കിട്ടിയില്ല. തിരിച്ച് ജോലിക്ക് പോകണമെന്ന് ചോദിച്ചപ്പോ ഇവർക്ക് വലിയ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അതിപ്പോ ഇങ്ങനെ തന്നെയല്ല, എന്ത് ചോദിച്ചാലും കുറെ ABCD ഉണ്ട്. ഇവൾക്ക് ഡയലോഗ് അടിക്കണ കേട്ടാ തോന്നും ലോകത്ത് ആദ്യമായിട്ട് പ്രസവിക്കാൻ ഇവളാണ്. ഈ പഴം വിഴുങ്ങിയത് പോലെ നിക്കാതെ പോയി ചായ എടുക്കണി. അളിയ ചായ ചായ പെടുന്നു പോയ ലീവ് കുറച്ചുള്ള ഇനി വേറെ കുറെ സ്ഥലത്ത് കയറാവും കേട്ടാ. അടുത്ത പ്രാവശ്യം കൊച്ചിനെ എടുത്തോണ്ട് പോടി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ മഹേഷിന്റെ വീട്ടിൽ പോയപ്പം എന്റെ ജോലിക്കാര്യത്തെ പറ്റി പറഞ്ഞില്ലേ? ഇനി ചേട്ടൻ പുറത്തു പോകണ്ട. എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്. എനിക്ക് ഉറപ്പാ അത് പച്ച പിടിക്കുമെന്ന്.
അങ്ങനാണെ ചേട്ടൻ ഇവിടെ നിൽക്കുകയും ചെയ്യാം, നമുക്ക് ഒരുമിച്ചും താമസിക്കാമല്ലോ. തമാശ കുറച്ച് കൂടുതലുണ്ടോ? ചേട്ടാ ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നീ എന്തോ നല്ല വിചാരിച്ചത്? ഭാര്യ ജോലി കിട്ടി അവളെ പണിക്ക് അവളെ പൈസ കിടക്കണ വേറെ അച്ഛക്കൊന്നിനെ അടിപ്പിച്ചു വന്ന എന്നാ നീ പെണ്ണുങ്ങൾക്ക് പഠിത്തം വെറും അലങ്കാരം മാത്രമാണ്. അതിന്റെ അപ്പുറത്ത് ഒന്നുകൂടെ വിചാരിക്കില്ല. പോയി കഴിക്കാൻ തോന്നി. ഒരു പണിയും മര്യാദ എടുക്കാൻ ഇവിടെ കെട്ടിലെ മറ്റേ ഇവിടെ ഡെയിലി വന്നോളൂ. ഞാൻ സംസാരിക്കും മൂത്തോടി. നീ ഇവിടെ അനുഭവിക്കുന്ന സൗകര്യങ്ങളില്ലേ, അത് ഞാൻ നിന്റെ പാതി പഠിപ്പുള്ള ഈ ബിജു ഉണ്ടാക്കിയാണ്. ഞാൻ നിന്റെ തന്ത സ്ത്രീധനം എനിക്ക് ഉണ്ടാക്കിയതല്ല. ഈ വീട്ടില് ഭക്ഷണത്തിൽ ഇമാരി അഴുക്കും മുടിയിട്ട് കഴിക്കേണ്ട ഗതികേട് ഈ ബിജുവിനില്ല. നിങ്ങൾ എന്താ മനുഷ്യൻ ഇങ്ങനെ അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ആണുങ്ങളായാലേ ചിലപ്പോ രണ്ടെണ്ണം പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അതിൽ നമ്മൾ തലയിടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങളെ കൂട്ട് നട്ടിലില്ലാത്തവനൊന്നും അല്ല ബിജു. അവൻ ഒറ്റ ഒരുത്തനാ അപ്പത്തോളം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഭർത്താവ് നല്ല രീതിക്ക് സമ്പാദിക്കുന്നുണ്ടെങ്കിലേ പിന്നെ രണ്ട് കേട്ടാലും കുഴപ്പമില്ല. ഇതുപോലെ കിടന്ന് നരകിക്കണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ നിന്റെ ചേട്ടൻ പറഞ്ഞവരല്ലേ ജീവിച്ചിട്ടുള്ളൂ. ഇന്ന് ആദ്യമായിട്ട് ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോ കുറഞ്ഞവളായി. എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക്? ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഒരു തീരുമാനം എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? എനിക്ക് മടുത്തു. എടാ, നിനക്കെങ്കിലും ഈ അവസ്ഥ വരാതെ നോക്കണം. അങ്ങനെ ചിലപ്പോൾ നിനക്കൊരു നല്ല ചേട്ടനായിരിക്കാം, പക്ഷെ ഒരിക്കലും ഒരു നല്ല ഭർത്താവല്ല. ആദി, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇനി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ തുടങ്ങി. എടി, നീ ഇതൊക്കെ എന്തിനാ വെറുതെ സീരിയസ് ആയിട്ടൊക്കെ എടുക്കണേ എന്നെ? എടി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ ആ ഒരു കാര്യം മനസ്സിലാക്ക്. എടി, ഇതൊക്കെ ഞാൻ വെറുതെ തമാശക്ക് ചെയ്യുന്നതാടി. നീ ആ ഒരു സെൻസിൽ എടുക്ക്. തമാശയ്ക്കോ? അത് ഇത്രയും നാൾ നിന്റെ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഹേർട്ട് ചെയ്തോണ്ടിരുന്നത്. ബട്ട് യെസ്റ്റർഡേ യു ക്രോസ്ഡ് ഓൾ ദി ലിമിറ്റ്സ്. നീ എന്നെ അടിക്കാൻ കൈവക്കി ആദി. ഐ ആം നോട്ട് ഗോണ ടേക്ക് ദാറ്റ്. നെവർ. അടിയും ചവിട്ടും കൊണ്ടിട്ടും സ്റ്റിൽ ആ റിലേഷൻഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എന്തോ പറഞ്ഞിട്ട് പോവാ? ഒരു കാര്യം നീ ആലോചിച്ചോ.
ഞാനില്ലെങ്കിൽ നീ ഒന്നുമല്ല ഒന്ന്. എന്നിട്ട് ഈ കിടന്ന് വീമ്പളക്ക് കേട്ടാ. നീയും പുറകെ നടന്നെ ശല്യപ്പെടുത്താനാണ് എന്റെ പരിപാടി. ഞാൻ ഉറപ്പായിട്ടും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഇനി മേല എന്റെ പുറകെ വന്നു. Don't call me, don't stalk me, don't follow me, don't love me. A no means a big no. ദ്രൗപതിമാർക്ക് അവരുടെ മാനം നഷ്ടപ്പെടുന്നത് നിരത്തുകളിലും സ്വന്തം വീടുകളിലുമാണ്. കാലത്തിന് മുൻപിൽ അനേകം ദ്രൗപതിമാർ പുനർജനിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് പുതിയ കാലം. അപമാനിതയാകാനും ആക്ഷേപിക്കപ്പെടാനും അഭിമാനത്തിന്മേൽ അധികാരത്തിന്റെ ചാട്ടുകൾ തുളഞ്ഞു കയറാനും അനുവദിക്കില്ല നിന്റെ ഒരു ദ്രൗപതിയും. 1000 ദുശാസനന്മാരും ദുര്യോധനന്മാരും ഉണ്ടായിക്കൊള്ളട്ടെ, ലോകമാകുന്ന സദസ്സിന് മുൻപിൽ ആക്ഷേപ വസ്ത്രഹരണം അനുവദിക്കില്ല. അന്ന് എനിക്ക് കൂട്ടായ എന്റെ സഖ കൃഷ്ണനുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ ദ്രൗപദി തനിച്ചാണ്. തോൽക്കാത്ത മനസ്സോടെ തനിച്ച്, കുനിയാത്ത ശിരസോടെ തനിച്ച്. വീടില്ല,